അക്രമത്തിന്റെ ദൃശ്യങ്ങൾ ചോർന്നതിൽ നീതിപൂർവമായ അന്വേഷണം ഉറപ്പാക്കണമെന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി വിചാരണ കോടതിയോട് ആവശ്യപ്പെട്ടു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും അറിയിക്കാനുണ്ടോ എന്ന് ചോദിച്ച് കോടതി പരാതിക്കാരിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടിയിലാണ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം നടി ആവർത്തിച്ചത്. ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ഈ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണോ? ഇതിന്റെ സമയപരിധി കഴിയാറായോ? നേരത്തെ ഹൈക്കോടതിയാണ് ഈ വിഷയം ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് ഹണിയം വർഗീസിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കുന്നതിന് ഉത്തരവിട്ടത്. അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ അന്വേഷണം 1 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കണമെന്നാണ് ഹൈക്കോടതി നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ അന്വേഷണം തുടങ്ങി. അതിന്റെ ഭാഗമായി ഒരു നോട്ടീസ് ഈ നടിക്ക് നൽകുകയും ചെയ്തു. അതിൽ പറഞ്ഞത് ദൃശ്യങ്ങൾ ചോർന്നു എന്ന് സംബന്ധിച്ച അന്വേഷണത്തിൽ കൂടുതൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ എന്ന് ഈ നടിയോട് കോടതി ഈ നോട്ടീസിൽ ചോദിക്കുകയുണ്ടായി. മെമ്മറി കാർഡ് പരിശോധിച്ചത് ആരെന്ന് കണ്ടെത്തണം എന്നുള്ളതായിരുന്നു നടിയുടെ മറുപടി. നീതിപൂർവമായ അന്വേഷണം നടത്തണമെന്ന് നടി തിരിച്ചു നൽകിയ മറുപടിയിൽ ആവശ്യപ്പെടുന്നു. ഈ വിവോ ഫോൺ ഉടമയെ കണ്ടെത്തണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. അതായത് ഈ ദൃശ്യങ്ങൾ ചോർത്താൻ ലാപ്ടോപ്പും ഒപ്പം ഒരു വിവോ ഫോണും ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതിനാൽ ഈ വിവോ ഫോണിന്റെ ഉടമയെ കണ്ടെത്തണം എന്നുള്ള ആവശ്യവും നടി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. നോട്ടീസ് കൊടുക്കലും മറുപടി നൽകലും ഇതിന്റെ ഭാഗമായാണ്. ശരി, ശ്രീകാന്താണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടെ കോടതികളിൽ തെളിവുകൾ എങ്ങനെ സൂക്ഷിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ മാനദണ്ഡം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.